മക്കളെ, ഇന്ന് നമുക്ക് വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാം ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ഇതിലൊരു വാർത്താലാപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുല്ലുവിൻ്റെ അമ്മയും കേശവും തമ്മിലുള്ള വാർത്താലാപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. कुछ दिनों में केशव लड़कों के गेल की ज़रूरत बन गया कैसे? കുറച്ച് ദിവസത്തിനുള്ളിൽ കേശവ് ആ കുട്ടികളിലെ ഗേൽക്കി ജറൂറത്ത് ബൻ ഗയ, കളിയിലെ പ്രധാന പാത്രമായി മാറി, കളിയിലെ ഒരു ആവശ്യക്കാരനായിട്ട് മാറി. കൈസ, എങ്ങനെ? किसी लड़के के समय पर न पहुंचने पर केशव उसके घर जाकर बुलाता था. ഏതെങ്കിലും കുട്ടികൾ വരാതിരിക്കുകയാണെങ്കിൽ, അവരുടെ വീട്ടിലെത്തിയിട്ട്, സമയത്തിന് വരാതിരിക്കുകയാണെങ്കിൽ കേശവ് അവരുടെ വീട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യും? ജാക്കർ ബുലാത്തത, വിളിച്ചു കൊണ്ടുവരും. കബി കിസി ഗിലാഡി കി കമി കി പൂർത്തി ഉസ്സേ കി ജാത്തി, ഇടയ്ക്ക് ഏതെങ്കിലും ഒരു കളിക്കാരുടെ കുറവ് അവൻ പൂർത്തീകരിക്കും. യദി ബാൾ മൈദാൻ കെ ബാഹർ ജാത്തി തോ ഉസേ ഉടാക്കർ ലാനെ കാ കാം ഭി കേശവ് കാ താ. ബോള് മൈതാനത്തിൽ ബാഹർ ജാത്തി തോ, പുറത്തേക്ക്, മൈതാനത്തിന് പുറത്തേക്ക് ദൂരേക്ക് പോവുകയാണെങ്കിൽ അതെടുത്തിട്ട് കൊണ്ടുവരിക എന്ന പ്രവൃത്തിയും കൂടെ കേശവ് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് കേശവയുടെ ഒരു പ്രധാന പാത്രം, അതായത് അവർക്ക് കളിയിൽ ആവശ്യക്കാരനായിട്ട് വന്നത്. ലഡുക്കോംനെ കേശവക്കോ ടാർസൻ ക്യോം കഹ, ആൺകുട്ടികൾ എന്തുകൊണ്ടാണ് കേശവനെ ടാർസൻ എന്ന് വിളിച്ചത്? ക്യോം കി കേശവനെ നിർമ്മാണാധീൻ ഇമാരത്ത് കി തീസരി മൻസിൽ പർ ചഡ്കർ ബോൾ ലേ ലീ തി, എന്തുകൊണ്ടെന്നാൽ കേശവ് നിർമ്മാണാധീൻ, അതായത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൻ്റെ 3ാമത്തെ നിലയിൽ കയറിയിട്ട് ബോൾ എടുത്തിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ലൗഡ്കർ ഉസ്നെ ഘബരായി ആവാസ് മേ ധീരെ ധീരെ കഹ, ഇസ് വാക്യ മേ വിശേഷൺ ശബ്ദ കോൺസാ ഹൈ? ലൗഡ്കർ ഉസ്നെ ഘബരായി ആവാസ് മേ ധീരെ ധീരെ കഹ, അതിനെന്താണ്? ഘബരായിലെ ആവാസിന് എന്താണ്? ഘബരായി, പറഞ്ഞു. കഹ എന്നുള്ളതിന് ധീരെ ധീരെ എന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ വിശേഷ ശബ്ദം 2 വരുന്നുണ്ട്, ഘബരായും ധീരെ ധീരെ. केशव अपने दादाजी से माता पिता के पास शहर जाने की जिद कर बैठा, मतलब क्या है? കേശവ് തൻ്റെ ദാദാജിയോട്, മാതാപിതാക്കെ പാസ്, മാതാപിതാക്കന്മാരുടെ അടുത്തേക്ക്, ഷഹർ ജാനേക്ക്, പട്ടണത്തിലേക്ക് പോവാൻ, സിദ്ധ് കർ ബൈട്ട, ഷാഠ്യം പിടിച്ചു. അതിൻ്റെ അർത്ഥം, ഈ സിദ്ധ് കർണ എന്നുള്ളതിൻ്റെ സിദ്ധ് എന്നതിൻ്റെ അതേ അർത്ഥം വരുന്നതാണ് ചോദിച്ചത് കേട്ടോ. രാസ്ത ശരിയല്ല, മത്ലബാണ് ചോദിച്ചത്. രാസ്ത ശരിയല്ല, ആജ്ഞ ശരിയല്ല, ഏതാണ് ശരി? ഹട്ട് പറഞ്ഞാൽ ഷാഠ്യം, സിദ്ധ് പറഞ്ഞാൽ ഷാഠ്യം പിടിക്കുക, നിർബന്ധം പിടിക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. 4 സഹി പ്രസ്താവ് ചുനുക്കർ ലിഖിം, 4 ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. केशव के माता पिता शहर में अस्थाई ठहरे में रहते थे. കേശവ് അമീർ പരിവാർ കാ ലഡ്കാ താ. ഒന്നാമത്തേന് മീനിങ് പറയാം. കേശവിൻ്റെ മാതാപിതാക്കൾ പട്ടണത്തിൽ അസ്ഥായി ഠേരേമേ, അതായത് സ്ഥിരമല്ലാത്ത കൂടാരത്തിലാണ്, കുടിലിലാണ് അവർ താമസിച്ചിരുന്നത്. കേശവ് അമീർ പരിവാർ കാ ലഡ്കാ, കേശവ് ധനിക കുടുംബത്തിലെ കുട്ടിയായിരുന്നു. 2ാമത്തെ കേട്ടോ, അതെറ്റല്ലേ? തെറ്റാണ്. കേശവ് കെ മൻമേ ക്രിക്കറ്റ് ഖേൽനെ കി ബഡി ഇച്ഛാ ഥി, ശരിയാണ്. കേശവന്റെ മനസ്സിൽ ക്രിക്കറ്റ് കളിക്കാനുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ക്രിക്കറ്റ് ഖേൽനെ വാലെ ലഡുക്കോं സേ കേശവ് ബുരാ വ്യവഹാർ കർത്താ താ, ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളോട് കേശവ് ചീത്ത സ്വഭാവമാണ് കാണിച്ചിരുന്നത്. ശരിയല്ല. കിസി ഇമാരത്ത് സേ ഗിർക്കർ കേശവ് കോ ചോട്ട് ലഗി ഥി, ഏതോ കെട്ടിടത്തു നിന്ന് വീണ് കേശവന് മുറിവ് പറ്റിയിരുന്നു. കേശവ് സബ്കി സഹായത കർണേമേ തത്പർദ, കേശവ് എല്ലാവരെയും സഹായിക്കാൻ ഉത്സാഹമുള്ള കുട്ടിയായിരുന്നു. ശരിയാണ് അല്ലേ? 4 ശരിയാണുള്ളത്, 4 ശരി, ഇത് 4ആണ് ശരിയായിട്ട് വരുന്നത്. താഴെ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. കേശവ് കെ മാതാപിതാ ഷഹർ മേ അസ്ഥായി ഡേരെ മേ രഹത്തെ, അതന്നെയാണ് ഇവിടെ ഉള്ളത്. ശരി. केशव के मन में क्रिकेट खेलने की बड़ी इच्छा थी. केशव के मन में क्रिकेट खेलने की बड़ी इच्छा थी.
മൂന്നാമത്തത് കിസി ഇമാരത്ത് സേ ഗിർക്കർ കേശവക്കോ ചോട്ടിലേക്ക്, കിസി ഇമാരത്ത് സേ ഗിർക്കർ കേശവക്കോ ചോട്ടിലേക്ക്. ശരിയാണ്. കേശവ് സബ്ക്കി സഹായത കർണമേ തത്പർദ. ഓക്കെ, ഈ 4 ശരി. നമ്മളിവിടെ ശരിയിട്ടിരിക്കുന്ന 4 ശരി. അപ്പോൾ ഇതുപോലെ നിങ്ങളോട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടി പറയും. നിങ്ങൾ ശരിക്കും വായിച്ച മീനിങ് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് വാർത്താലാപം കൂടി നോക്കാം. അതോടുകൂടി എക്സാം ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. ഓക്കെ, വാർത്താലാപം നോക്കാം. ഗുല്ലു കി മാം ഔർ കേശവ് കെ ബീച്ച് കി ബാത്ചീത് ലിഖി. ഗുല്ലുവിൻ്റെ അമ്മയും കേശവും തമ്മിലുള്ള വാർത്താലാപാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേശവ്: ആൻറ്റി ഗുല്ലു ഗർമേം നെഹി ഹെ. ഇവിടെ ഞാനാണ് കേട്ടോ. ഗർമേം നെഹീം ഹെ. ഗർമേം 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 പറഞ്ഞാൽ വീട്ടിൽ. ഗർമേം. ആൻറ്റി ഗുല്ലു ഗർമേ നെഹി ഹെ. ആൻറ്റി ഗുല്ലു വീട്ടിലില്ലേ. ഹാ തോ ക്യാ ഹുവാ. അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ഉണ്ട്. തോ ക്യാ ഹുവാ, അതിനെന്താണ്. കേശവ്: ആൻറ്റി ഉസ്കെ ദോസ്ത് ബുലാ രഹാ ഹെ. കേശവ് പറയണേ ആൻറ്റി അവൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട്. ക്യോം ക്യാ ബാത്ത് ഹെ. എന്തിന്, എന്താണ് കാര്യം. കേശവ് ക്രിക്കറ്റ് ഖേൽനെ ബുലാ രഹേ ഹെ. കേശവ് പറയാണ് ക്രിക്കറ്റ് കളിക്കാനാണ് അവർ വിളിക്കുന്നത്. മാം: ഗുല്ലു ആജ് ഖേൽനെ നഹി ആയേഗ. ഇന്ന് ഗുല്ലു കളിക്കാൻ വരില്ല. കേശവ്: ക്യാ ഹുവാ ഉസേ. അവൻ എന്തു പറ്റി. തബിയത്ത് ഖരാബ് ഹെ. എന്തെങ്കിലും അസുഖമുണ്ടോ. മാം: നഹി വഹ് പഠായി കരേഗ. ഇല്ല, അവന് പഠിക്കണം. കേശവ്: ആൻറ്റി ഗുല്ലു കോ ചോട് ദോന. ആൻറ്റി ഗുല്ലുവിനെ വിടൂ. മാം: ഭാഗ് ജാവോ യഹാം സെ. വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ. ക്യാ മേൻ ചാപ്പട്ട് ലഗാവോ. എന്താ ഞാൻ അടിക്കണോ. കേശവ്: ടീക്ക് ഹെ ആൻറ്റി മേം ജാ രഹാവും. ശരി ആൻറ്റി, ഞാൻ പോകുന്നു. അതാണ് വാർത്താലാപ്. നന്നായിട്ട് നോക്കുക, പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.